മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഹായ് ഗൈസ്. എല്ലാ ദിവസത്തെ പോലെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ബുഷ് കിട്ടിയിട്ടാണ്. അപ്പോൾ ഹായ് ഡീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വൈകിയാണ് എണീറ്റ് കേട്ടോ. അപ്പോൾ 9 മണിയൊക്കെ ആയി ഞങ്ങൾ എണീറ്റപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഡെയിലി റുട്ടീൻ എല്ലാം മാറി മറിഞ്ഞൊരു ഡേ ആണ്. അപ്പോൾ നമ്മൾ 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് ഞങ്ങൾ മുറ്റത്ത് വരുമ്പോൾ തന്നെ ഈ ചെടികളൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെ ചുമ്മാ ചെടിയൊക്കെ വളർന്നോ പൂവിട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ വന്ന് നോക്കി നിൽക്കും. അതാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യുന്ന കാര്യം കേട്ടോ. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മരമുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് ഇങ്ങനെ കുയിലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ ആ ഒരു മോർണിംഗ് വ്യൂ ഒക്കെ ആസ്വദിച്ച് നിന്നതിന് ശേഷം ശ്യാമ ചെടി അനക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ശ്യാമിന് ഭയങ്കര ഇഷ്ടമാണ് ചെടി അനക്കണ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ ചെടികൾ കണ്ടാലും വാങ്ങിയിട്ട് വരും. പക്ഷേ നമ്മൾ കോട്ടേഴ്സിലായതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ സ്പേസിൽ മാത്രമേ നമുക്ക് ചെടികൾ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗ്രോ ബാഗിലും പറ്റുന്ന സ്പേസിലൊക്കെയാണ് നമ്മൾ ചെടികളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗ്രില്ലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ മണി പ്ലാന്റ് ഒക്കെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ചെടിയൊക്കെ കുറച്ച് വാടിയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ മാക്സിമം ഉള്ള ടൈമിലൊക്കെ ചെടിയൊക്കെ നനച്ച് സെറ്റാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ വേനലായതുകൊണ്ട് തന്നെ നമ്മൾ പോണ ടൈമിലൊക്കെ കുറച്ച് വാടിയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെടിയൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ശ്യാം അങ്ങനെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അടുക്കളയിൽ പോയിട്ട് രാവിലെ തന്നെ കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും കടല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് പണിയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് ലേറ്റായിട്ട് എണീറ്റുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതെ നേരെ ഫുഡ് ഉണ്ടാക്കാനാണ് വന്നത്. കാരണം എണീറ്റ് വന്നപ്പോൾ തന്നെ ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ലേറ്റായി കഴിഞ്ഞാൽ നമ്മുടെ വിശന്ന് നമ്മുടെ എന്താ പറയുക, അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ കടലയൊക്കെ വെച്ച് കടല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് സവാള ഇഞ്ചിയും പച്ചമുളകും കൂടി ഈ കടലയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിൽ വെച്ചത്. എന്നിട്ട് നമ്മൾ നേരെ പുട്ടിൻ്റെ പൊടി നനയ്ക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ കടലയും പുട്ട് സെറ്റാക്കി കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുട്ടുപൊടി ഇങ്ങനെ വെള്ളം നനച്ച് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കോട്ടേഴ്സിൽ വന്നേ പിന്നെ എല്ലാം കുറച്ച് എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പുട്ടും തേങ്ങ ഒരുമിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. മറ്റേ പുട്ടുകണയിൽ വെച്ച് പുട്ടുണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ചെമ്പിൽ പുട്ടും കടലയും കുക്കറിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു 2 വീക്സോളായി ഇതുപോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ബേൺ ചെയ്ത് കളയാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കല്യാണത്തിന് ശേഷം നന്നായിട്ട് വണ്ണമൊക്കെ വെച്ചു. അപ്പം നമ്മൾ വണ്ണം കുറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഈ നെല്ലിക്ക ജ്യൂസൊക്കെ ഒന്ന് കുടിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേന് കടല വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലയിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി കുറച്ച് തിക്കായിട്ടുള്ള കടലയുടെ ഗ്രേവിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിങ്ങനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കും കുറച്ച് കടല. അത് ചൂടാറിയതിന് ശേഷമാണ് ഇതുപോലെ അടിക്കാവുള്ളൂ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നിന്ന് അത് പൊങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കടലയൊക്കെ സെറ്റാക്കിയെടുത്ത് പുട്ടും ആവിയേറി വന്നു. അങ്ങനെ നമ്മൾ പുട്ടും കടലയൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു ഏകദേശം 10:40 ആയിട്ടോ. അപ്പോൾ 10 മണിയൊക്കെ ആയി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റായി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് ഫുഡ് കഴിക്കുന്ന സമയത്ത് പോലും ശ്യാമ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇതുപോലെ ഫോൺ നോക്കിയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കണ്ടാലും ഞാൻ വാങ്ങിയിട്ട് വെക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീക്കിലെ കുറേ ഡ്രസ്സുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പം അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിലെ ഇതൊക്കെ ചെയ്തതിന് ശേഷം
ശേഷം നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. സൺഡേ ആണെങ്കിൽ പോലും നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറും സാമ്പാറും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാലയിൽ പോയി അവിടെ പച്ചക്കറിയൊക്കെ വാങ്ങുന്നത്. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ മാങ്ങയും നാരങ്ങയൊക്കെ നല്ല വിലക്കുറവിൽ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വാങ്ങി അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചാറുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ അത് കേടുകൂടാതിരുന്നോളുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേ ആണ് നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ 2 അച്ചാറുകളും ഉണ്ടാക്കി അതുപോലെ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുള്ള് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ലേറ്റായിട്ടാണ് പോകുന്നത്. ഫുഡ് കഴിക്കാനും ഉച്ചക്കത്തെ ലഞ്ചിനൊക്കെ നമ്മൾ കുറച്ച് ലേറ്റായി. പക്ഷേ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ 2 പേർക്ക് കൂടി ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമുക്കൊരു സന്തോഷമല്ലേ. കാരണം ഇങ്ങനെ നമ്മൾ 2 പേരും കൂടി പരസ്പരം ഹെൽപ്പ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും വലിയ ഹാപ്പിനെസ് എന്താ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങച്ചാറൊക്കെ ഇവിടെ റെഡിയാക്കി. അതിന് ശേഷം ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഈ 2 അച്ചാറിലും വിനാഗിരിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഉലുവ വറുത്ത് പൊടിച്ചതും പച്ചക്കടുക് വറുത്ത് പൊടിച്ചൊക്കെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് 2 അച്ചാർ റെഡിയായി, പപ്പടവും വറുത്തു. അപ്പോൾ അത് അച്ചാർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷ്യാമിന് കൊടുക്കുകയാണ്. അപ്പോൾ ഷ്യാമിന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അച്ചാർ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് നാരങ്ങ അച്ചാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 പേരും മാങ്ങയും നാരങ്ങയും വാങ്ങി. അതാകുമ്പോൾ 2 പേർക്കും ഇഷ്ടത്തിന് അങ്ങോട്ടും കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ മാങ്ങയും നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി, പപ്പടവും വറുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് അരി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അരി നമ്മൾ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. കുക്കറിൽ ഒന്ന് വിസിൽ വന്നതിന് ശേഷം നമ്മൾ കലത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം വാർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അരി റെഡിയായി. അപ്പോൾ വിചാരിച്ചു ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കാന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ ഓംലേറ്റും ഉണ്ടാക്കി. അപ്പോൾ എന്താ പറയുക, ഒരു കുഞ്ഞു ലഞ്ച്. സൺഡേ ആയതുകൊണ്ട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഊണാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി. കാരണം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ എല്ലാം ഭയങ്കര സ്ലോ ആയിട്ട് പതുക്കെ ചെയ്തു. ഇന്ന് ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വലിയ ധൃതിയൊന്നും ഇല്ലല്ലോ, നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പതുക്കെ ആയാലും കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കറികളൊക്കെ സെറ്റായി. അപ്പോൾ രാവിലത്തെ കടലക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടി എടുത്ത് ഒരു സിമ്പിൾ പക്ഷേ നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 2 പേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ പുറത്ത് തന്നെ ചെറിയൊരു അഴയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വിരിച്ചിട്ടതിനൊക്കെ ശേഷം ഇനി നമ്മൾ ഫുൾ റെസ്റ്റാണ്. ഫുൾ റെസ്റ്റ് എന്ന് വെച്ചാൽ ഷ്യാമിന് സൺഡേ ആകുമ്പോൾ ഏതെങ്കിലും ഒരു സീരീസ് കാണുന്നത് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഞാൻ സീരീസിൻ്റെ ഫാനല്ല, പക്ഷേ ഷ്യാമിൻ്റെ കൂടിയതിന് ശേഷമാണ് ഇതുപോലെ സീരീസ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സീരീസൊക്കെ കണ്ട് ഒരു 2 മണിക്കൂറൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പുറത്തേക്കൊന്നും പോയില്ലല്ലോ, അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് വോക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ റെഡിയായിട്ട് നമ്മൾ ഈവനിങ് വോക്കിന് പോവാണ്. അപ്പോൾ ഈവനിങ് വോക്കിന് പോയപ്പോൾ നമ്മളൊരു ചെറിയ ചായക്കട കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായയും പരിപ്പ് വടയും. അപ്പോൾ ഞങ്ങളുടെ 2 പേരുടെ ഫേവറേറ്റാണ് പരിപ്പ് വട. അങ്ങനെ പരിപ്പ് വടയും ചായയൊക്കെ കുടിച്ചിട്ട് ഷ്യാമ് ചായ കുടിച്ചില്ല, ഷ്യാമ് ജ്യൂസാണ് കുടിച്ചത്. അങ്ങനെ നമ്മൾ നേരെ മ്യൂസിയത്തിലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ പോകുന്ന വഴിയുള്ള ആ ഒരു റോഡുകളും ചുറ്റു സൈഡും മരങ്ങളൊക്കെ കാണാൻ നല്ല വ്യൂ ആണ്. മാനവീയത്തിൻ്റെ ആ ഒരു സൈഡ് വ്യൂ ഒക്കെ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഈവനിങ് ഇതുപോലെ ബൈക്കിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ റോഡുകളും എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമാണ് ഇവിടെ റൈഡ് ചെയ്ത് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിലെത്തിയപ്പോൾ ഭയങ്കര തിരക്കാട്ടോ. കാരണം വെക്കേഷൻ ടൈമാണ്, അതുപോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ മ്യൂസിയത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലെത്തി.
ഒരു റൗണ്ടൊക്കെ ഒന്ന് നടന്നതിന് ശേഷം ഞങ്ങൾ ആകെ ടയേർഡായി. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു റൗണ്ട് നടന്നപ്പോൾ തന്നെ ആകെ ടയേർഡായി. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു സൺസെറ്റിൻ്റെ ഒരു നല്ല വ്യൂ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിൽ ഓർമ്മ വരുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലെ ആ ഒരു ശ്വേതാമേനോനും ലാലും വരുന്ന ആ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു സന്ധ്യ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു നേരെ തിരിച്ചു ഒരു 5-6 റൗണ്ടൊക്കെ നടക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല മടിയൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ ഒരു ചെറിയ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിയപ്പോൾ നന്നായിട്ട് ടയേർഡായി. അപ്പോൾ ശ്യാമ ഒരു ഉപ്പ് സോഡയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം കുളിച്ച് ഫ്രഷായിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.